പാലോട് നവവധുവിൻ്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണ്. അഭിജിത്തിനെതിരെ ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തും. അതോടൊപ്പം തന്നെ ഈ സുഹൃത്തും ഈ നവവധുവിനെ ദേഹോപദ്രവം ചെയ്തിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോപദ്രവം, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ. ഇന്ദുജയ്ക്ക് അവസാനം വന്ന ഫോൺ അജാസിൻ്റേതാണ്. തൊട്ടു പിന്നാലെ ആത്മഹത്യയും ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ വിജിൻ നൽകും. വിജിൻ, ഇതിൽ കേസുമായി ബന്ധപ്പെട്ട് ധാരാളം വഴിത്തിരിവുകളിലേക്ക് എത്തിച്ചേരുകയാണ്. അതായത് ഈ ഭർത്താവിൻ്റെ സുഹൃത്ത് അജാസ് ആത്മഹത്യ, പട്ടികജാതി പീഡനം, ദേഹോപദ്രവം, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ഒക്കെ അയാൾക്കെതിരെ ചുമത്തേണ്ടി വരുന്നു. ഈ അവസാനം ഇന്ദുജയ്ക്ക് വന്ന ഫോൺ കോളും ഇയാളുടേതാണ്. എന്താണ് പോലീസ് പറയുന്നത്? പിന്നെ എന്തായാലും ഈ ദുരൂഹതകളും അഭ്യൂഹങ്ങളും ഒക്കെ നീങ്ങുകയാണ്. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഭർത്താവ് അഭിജിത്തിനും അതുപോലെ തന്നെ സുഹൃത്ത് അജാസിനുമെതിരെ കേസെടുക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുക്കാൻ പോകുന്നത്. ആത്മഹത്യക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. അഭിജിത്തിനെതിരെ ഭർതൃപീഡനവും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തുക. അജാസിനെതിരെ പട്ടികജാതി പീഡനം, മർദ്ദനം, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചേർക്കും. ഇന്ദുജയ്ക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവസാനം വന്ന ഒരു ഫോൺ കോളുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെയും മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു. അമ്മൂമ്മ തന്നെ ഇന്നലെ മൊഴി നൽകിയത് അവസാനം ഒരു ഫോൺ കോൾ വന്നതിന് ശേഷമാണ് അകത്ത് കയറി ആത്മഹത്യ ചെയ്തത് എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കോൾ ഏതാണെന്ന് പോലീസ് പരിശോധിച്ചു. അതിൽ നിന്നാണ് അവസാനം വന്ന കോള് അജാസിന്റേതാണ് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഈ കാര്യത്തിൽ 2 ദിവസമായി പോലീസ് നടത്തുന്ന അന്വേഷണമാണ് ഇപ്പോൾ വഴിത്തിരിവിലെത്തിയിരിക്കുന്നത്. ആത്മഹത്യ തന്നെയാണ് ചെയ്തത് എന്ന കാര്യം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നെങ്കിലും ഭർത്താവിന്റെയും അതുപോലെ തന്നെ ഭർത്താവിന്റെ സുഹൃത്തിന്റെയും ഇടപെടൽ, ആത്മഹത്യാ പ്രേരണയും അതുപോലെ തന്നെ മാനസിക പീഡനവും ഉൾപ്പെടെയുള്ളവ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. യെസ്, തിരുവനന്തപുരം പാലോടിലെ നവവധുവിൻ്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മാനസിക പീഡനവും മർദ്ദനവുമാണ്. അഭിജിത്തിനെതിരെ ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളും ചുമത്തും. വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.